നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, കുറേ കാലം മുമ്പ് ഈ യു പിയിൽ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞ വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ യു പിയിൽ ഒരു ഗുണമുണ്ടായത്, നിയമത്തിൻ്റെ വഴിയിൽ നോക്കിയാൽ ഒരുപക്ഷെ ശരിയോ തെറ്റോ എന്നത് ചിന്തിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ധാർമ്മികമായി നോക്കിയാൽ അത് ശരി തന്നെയാണ് താനും. നിയമപരമായിട്ടും ശരി തന്നെയാണ്. അതായത് യു പിയിൽ ക്രിമിനൽ കേസുകളിൽ പെടുന്ന, പ്രത്യേകിച്ച് പീഡനം അങ്ങനെയുള്ള ക്രിമിനൽ കേസുകളിൽ പെടുന്ന ആൾക്കാരോട് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് യോഗിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്തത്. ഏതായാലും കേരളത്തിൽ കയ്യേറ്റം, അതെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ അടുത്ത കാലത്തെങ്ങും സംഭവിക്കാത്ത രീതിയിൽ വളരെ ധൈര്യപൂർവമായ ചില നിലപാടുമായി തിരുവനന്തപുരം മേയർ വി വി രാജേഷ് രംഗത്ത് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, ഇവിടെ ഒരു പാളയം മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിനകത്ത് ഇരിക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾ, ഈ അനധികൃത നിർമ്മാണം നടത്തിയ ശേഷം ഇത് വലിയ വാടകയ്ക്ക് കുട്ടി സഖാക്കന്മാർ മറിച്ച് മറ്റുള്ളവർക്ക് ബിസിനസ് നടത്താൻ കൊടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടി സഖാക്കന്മാർ മാത്രമല്ല, മൂത്ത സഖാക്കന്മാരും ഉണ്ട്. അപ്പോൾ ഒരു ബുൾഡോസർ രാജ് യഥാർത്ഥത്തിൽ വന്നു എന്ന തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ചിന്തിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒന്നാമത്തെ കാര്യം, ഈ അനധികൃതമായിട്ട് കയ്യേറി, സർക്കാർ ഭൂമി കയ്യേറി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക, അതൊന്നാമത്തെ തെറ്റ്. അത് വർഷങ്ങളോളം കൈവശം വെച്ച് വാടകയ്ക്ക് കൊടുത്ത് വലിയ വാടക വാങ്ങുക. പിന്നെ കച്ചവടം നടക്കുന്ന സ്ഥലമാണല്ലോ. ഇപ്പം തിരുവനന്തപുരത്ത് പാളയം കണ്ണിമേറ മാർക്കറ്റ് എന്ന് പറയുന്നത് ചെറിയ ഒരു സ്ഥലമല്ല, വലിയ രീതിയിൽ അവിടെ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പം എറണാകുളത്ത് ബ്രോഡ്വേ പോലെ, കോഴിക്കോട് മിഠായി തെരുവ് പോലെ, തിരുവനന്തപുരത്ത് തന്നെ ചാലക്കമ്പോളം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതെ. അപ്പോൾ അവിടെ ഈ ഇത്തരത്തിൽ ഈ അനധികൃത നിർമ്മാണങ്ങൾ നടത്തുക, ഒന്ന് സർക്കാർ ഭൂമി കയ്യേറുക, സർക്കാർ ഭൂമി കയ്യേറിയിട്ട് അവിടെ അനധികൃത നിർമ്മാണം നടത്തുക, എന്നിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുക. കാലങ്ങളായിട്ട് 40-45 കൊല്ലമായിട്ട് ഭരിക്കുന്നതാരാ? ഇടതുപക്ഷം, CPIM. മേയർ CPIM-ന്റെ, പിന്നെ ഡെപ്യൂട്ടി മേയർ CPI-യുടെ. ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ CPI-ക്കാർ വലിയ മാനവികതയും സത്യവും ധർമ്മവും നീതിയും ഒക്കെ പറയും. റവന്യൂ വകുപ്പ് അവരുടെ കയ്യിലായിരിക്കും. അവർക്ക് ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ പറ്റില്ല. അത് രസകരമായ കാര്യം, 2006-ൽ VS അച്യുതാനന്ദൻ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി പോയപ്പം CPI ഉണ്ടാക്കിയ പുകിലൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഈ CPI-യുടെ ധാർമ്മികതയെക്കുറിച്ചൊന്നും ഒരുപാട് എഴുന്നള്ളിക്കാൻ CPI-ക്കാർ നിൽക്കണ്ട. നിങ്ങളുടെ ധാർമ്മികതയ്ക്ക് എത്ര ബലമുണ്ടെന്നുള്ളതും അതിന് എത്ര വിലയുണ്ടെന്നും ഒക്കെ നമുക്ക് മാളവർക്കറിയാം. അപ്പോൾ ഇവിടെ പാളയത്ത് നടന്നത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു വി വി രാജേഷ് മേയറായതിനു ശേഷം, മേയർ ആകുന്നതിന് മുമ്പ് തന്നെ വി വി രാജേഷ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ പറഞ്ഞു, ഈ കോർപ്പറേഷൻ്റെ നികുതി പിരിവ്, അതായത് കെട്ടിട നികുതി പിരിവ് ആകെ അവതാളത്തിലാണ്. അപ്പോൾ രാജേഷിൻ്റെ അതിൻ്റെ ചെറിയൊരു കണക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ രാജേഷ് പറയുകയും ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ കിട്ടാക്കടം, അതുപോലെ കോർപ്പറേഷൻ്റെ തന്നെ കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ കയറിയിട്ട് വാടക കൊടുക്കാതിരിക്കുക, പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ വാടക, അതായത് മാസം 250 നോമിനലായ വാടക, 100 രൂപ ഒക്കെ വാടക. ഇത് എന്ന് പറയുന്നത് 40 കൊല്ലം മുമ്പുണ്ടാക്കിയ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അത് മാറ്റിയിട്ടില്ല. ഇത് രസം എന്താണെന്നറിയാമോ? ആരും വാടകക്കാർ ഒഴിയത്തൂല. അത് മാത്രമല്ല ശ്രീലേ, വാടകയ്ക്ക് എടുക്കുന്നത് ഞാൻ 100 രൂപ കോർപ്പറേഷനിൽ അടച്ച് വാടകയ്ക്ക് എടുക്കും. മാസം 100 രൂപ അടച്ചാൽ മതി. എന്നിട്ട് ഞാൻ 5000 രൂപയ്ക്ക് മാസം 5000 ആണെങ്കിൽ പോട്ടെ, 25,000 രൂപ വാടകയ്ക്കായിരിക്കും വേറെ കൊടുക്കുന്നത് വെളിയിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ, ഇതിൻ്റെയൊക്കെ കണക്ക് എങ്ങനെയോ ഈ BJP-യുടെ കയ്യിൽ, അതായത് പ്രതിപക്ഷത്തായിരുന്നല്ലോ, അതുകൊണ്ട് BJP പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ പല കാര്യങ്ങളും വന്ന സമയത്ത്, ഇപ്പോൾ ചില തീരുമാനങ്ങൾ വന്ന സമയത്ത് BJP-യെ കുറ്റപ്പെടുത്താൻ അവർ പറഞ്ഞത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഇവർ കൂടി ഉണ്ടായിരുന്നു എന്നാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJP ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഭൂരിപക്ഷമുള്ളവർക്കേ അത് ഭരണം CPM-ന്റെ കയ്യിൽ, അതുകൊണ്ട് ഭൂരിപക്ഷമുള്ളവർക്കേ അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ഇവരുടെ പ്രതിഷേധങ്ങൾ അവിടെ നോട്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം. രേഖപ്പെടുത്തിയ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM ആണോ
എന്തും ചെയ്യും. ഇല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ട് ആ പേപ്പർ വേണേ വലിച്ചു കീറിക്കളയും. ഇതൊക്കെ യാതൊരു മാന്യതയില്ല. നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. അത് ഏറ്റവും താഴെ തട്ടിൽ SFI മുതൽ ഒരു കോളേജ് യൂണിയനിൽ പ്രവർത്തിക്കുന്ന തലം തൊട്ട് മേളിലോട്ട് ഇങ്ങനെയാണ്. അവിടെ ഈ പറഞ്ഞ പോലെ KSUകാരും AVP-കാരും ഒന്നും അടി മേടിച്ച് മിണ്ടാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇവർ സംഘടിത ശക്തിയാണ്, മറ്റതൊക്കെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ്. അതിങ്ങനെ മുകളിലോട്ട് അത് കുറച്ചുകൂടെ അത് അവിടുന്ന് കോളേജ് യൂണിയനിൽ നിന്ന് ഉയർന്ന ഓരോ തലങ്ങളിലേക്ക് വരുമ്പോൾ പഞ്ചായത്തിലേക്ക്, മുനിസിപ്പാലിറ്റിയിലേക്ക്, കോർപ്പറേഷനിലേക്ക്, നിയമസഭയിലേക്കൊക്കെ വരുമ്പോൾ ഇതിന്റെ വലിപ്പവും കൂടുന്നു, പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്, തുകയുടെ അളവ് കൂടുന്നു എന്നൊക്കെ ഉള്ളൂ. ചെയ്യുന്ന എല്ലായിടത്തും ഒരുപോലെ തന്നെ ഇതുപോലെ എല്ലാ തരികിടയും നടത്തും. അപ്പോൾ രാജേഷിൻ്റെ എനിക്ക് തോന്നുന്ന രാജേഷിൻ്റെ ഇതിൻ്റെ ഒരു ഏകദേശ കണക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കണക്കില്ലാതെ ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. രാജേഷ് പറഞ്ഞല്ലോ, അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് സ്വല്പം സമയം തരണം, നമ്മൾ പരമാവധി കാര്യങ്ങൾ ശരിയാക്കാം, ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഈ പാളയം മാർക്കറ്റിൻ്റെ കഥ മാത്രം നമുക്ക് എടുക്കാം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ, വനിതാ മത്സ്യത്തൊഴിലാളികൾ ഈ മീൻ വിൽക്കാൻ വേണ്ടി, അതായത് അവർക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവര് മറ്റേ ഈ മൂപ്പന്മാരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങി അത് ഉപയോഗിച്ചാണ് അവർ മത്സ്യം വാങ്ങിക്കൊണ്ട് വരുന്നത് വിൽക്കാൻ. എന്നിട്ട് ഇത് വീടുകളിൽ കൊണ്ട് കിടന്ന് വിൽക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ പിന്നെ ഇപ്പോൾ അത് കുറച്ചൊക്കെ മാറിയിട്ട് ഈ മത്സ്യഫെഡ് സൊസൈറ്റി രൂപീകരിച്ച് അതുവഴി ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ ലോൺ എടുത്താൽ വൈകിട്ട് അടച്ചാൽ മതി, തിരിച്ചടയ്ക്കുമ്പോൾ ചെറിയൊരു പലിശയാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഈ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നട്ടരിയാനം വെയിലത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. രാവിലെ പോയി മീന് ഈ ബോട്ടോ വള്ളമോ അടക്കുമ്പോൾ വെച്ചുവ വരുമ്പോൾ അവിടെ ചെന്ന് അവരെടുത്ത് വിലപേശി ഗുസ്തിയിട്ട് മീന് വാങ്ങിച്ച് പാവം എന്ത് കഷ്ടമാണ്. അവർ ഇവിടെ വന്ന് ഈ പാളയം മാർക്കറ്റിൽ വന്ന് മീന് വിൽക്കാനിരിക്കുമ്പോൾ അവർക്ക് ഇതാണ് ഒരു ദിവസത്തെ വാടക എത്ര, 500 രൂപ, പിന്നെ പകിടി വേറെ, അത് ഇത് ഇവർക്ക് ഗുണ്ടാപ്പിരിവ്, ഒരു ചായ കുടിക്കാൻ അവർക്ക് ചിലപ്പം മിച്ചം കിട്ടില്ല. ഈ അന്നുള്ള ജീവിതം എങ്ങനെയെങ്കിലും തള്ളിക്കൊണ്ടു വീട്ടിൽ കുടുംബം, മക്കള്, പിന്നെ രോഗിയായ അമ്മ, അച്ഛൻ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. ഈ പാവങ്ങളെയാണ് ഇതുപോലെ പിഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനൊരു അറുതി വരുത്തിയത് ഒരു വലിയ, നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. പലപ്പോഴും നമ്മൾ ഇപ്പം മണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആ റൗണ്ടിൽ ചെന്നാൽ അതുവഴി നമുക്ക് ഈ മീനിൻ്റെ ഈ എന്താ പറയുക മത്സ്യത്തിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ശ്വസിക്കാതെ അവിടെ നിന്ന് പോകാൻ പറ്റില്ല. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം. വളരെ എന്താ പറയുക വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇതുകൊണ്ട് വിൽക്കുന്നു. ഇതൊരു ഭക്ഷ്യ പദാർത്ഥമല്ലേ, ഇതിനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്തല്ലേ ഇതൊരു മീൻ കറിയാക്കുന്നത് അല്ലെങ്കിൽ മീൻ പൊരിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും വൃത്തിയുള്ള സാഹചര്യത്തിൽ അത് വിൽക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കലാണ് കോർപ്പറേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊന്നും അവിടെ പറ്റുന്നില്ല. ഇത് അവിടെ കയറാൻ തന്നെ മനുഷ്യന് ബുദ്ധിമുട്ട്. പാളയത്ത് മാത്രമല്ല, ഈ മണക്കാട് മാർക്കറ്റുണ്ട്. പക്ഷെ ആ മാർക്കറ്റിൽ അന്ന് റോഡിലാണ് മാർക്കറ്റ്. ആ മാർക്കറ്റിൽ ചെന്നിരുന്നവർക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം ഇതാണ് പ്രശ്നം. അവിടെ പകിടി വാങ്ങിക്കാൻ ആളുണ്ട്, അവിടെ ഈ വിരട്ടും ഗുണ്ടാ പിരിവും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു മാറ്റം വരണം എന്ന് BJP തീരുമാനിച്ചു. VV രാജേഷ് അതിന് നേതൃത്വം കൊടുത്തു. VV രാജേഷ് വളരെ കൃത്യമായിട്ട് പണി തുടങ്ങി. അപ്പോൾ അയാൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ കൗൺസിലർമാരുടെയും വീടുകളിൽ പോയി അവിടെ ചെന്നു. അവിടുത്തെ കൗൺസിലറുടെ വീട് സന്ദർശിക്കുന്ന കൂട്ടത്തിൽ അവിടെയുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ മറ്റാൾക്കാരെ ഒക്കെ കാണാൻ തുടങ്ങി. BJP-ക്കാരും ഉണ്ടല്ലോ. ചിലപ്പോൾ കൗൺസിലർ പ്രതിപക്ഷത്തായിരിക്കും, BJP-യുടേതായിരിക്കില്ല. പക്ഷെ ആ കൗൺസിലറുടെ അവിടെ ചെല്ലുമ്പോൾ BJP-ക്കാർ വരും. അവിടെ അങ്ങനെ രാജേഷ് പതുക്കെ ഈ എല്ലാ വാർഡിലും, ഈ 101 വാർഡിലും പ്രവർത്തനം എത്തുന്ന തരത്തിൽ അങ്ങോട്ട് പണി തുടങ്ങി. ഒപ്പം ഈ പറഞ്ഞതുപോലെ കോർപ്പറേഷൻ്റെ പണം ഉപയോഗിച്ച് ഇപ്പം ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെയോ ഇന്നോ ഞാനൊരു റീല് കണ്ടു രാവിലെ, വാർത്ത ഞാൻ കണ്ടത്. അതായത് ലൈഫ് മിഷൻ കൈരളിയുടെ വാർത്തയാണ്. ലൈഫ് മിഷൻ സർക്കാർ അവസാനിപ്പിക്കാൻ പോകുന്നു. കേരളത്തിൽ 5 ലക്ഷം വീടുകൾ വെച്ചു കൊടുത്ത പദ്ധതി, റെഡ് ക്രസന്റ് കേസ് അവിടെ കിടക്കുകയാണ്, കോടതിയിലാണ്. ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി തന്നെ പകുതിക്ക് നിന്നുപോയി എന്നുള്ളത് ഇത് ആരുടെ കണ്ണിലാണ് പൊടിയിടുന്നത്? ആരെയാണ് നിങ്ങൾ ഈ വ്യാജ വാർത്തകൾ, ഇത്രയും കാലം വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ കാലമായപ്പോൾ ഇത് കുറച്ചുകൂടി പുറത്തു വരുന്നുണ്ട്.
നേരത്തെ മീഡിയ മുഴുവൻ ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പൊളിഞ്ഞു പോകുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന നറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യാൻ പൊളിഞ്ഞു. അപ്പൊ ഇപ്പൊ ഈ ലൈഫ് മിഷൻ നിർത്തി വെച്ചിട്ട് സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഉണ്ടല്ലോ, അതെ, പ്രധാനമന്ത്രി ആവാസ് യോജന അനുസരിച്ച് വീട് നിർമ്മിക്കാനുള്ളതുണ്ട്. നിങ്ങൾ ആ പദ്ധതി പരമാവധി സംസ്ഥാന സർക്കാർ കേരളത്തിൽ നടത്തും. സംസ്ഥാന സർക്കാരിന്റെ 5 പൈസ അതിൽ കൊടുക്കണ്ട, പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അത് നടപ്പാക്കിയാൽ മതി. കോർപ്പറേഷൻ വഴി ചെയ്യേണ്ടത് കോർപ്പറേഷൻ വഴി ചെയ്യൂ, മുനിസിപ്പാലിറ്റി വഴി ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റി വഴി ചെയ്യൂ. ഇവിടുത്തെ ആൾക്കാർക്ക് ഗുണമുണ്ടാകട്ടെ, വീട് കിട്ടിയാൽ മതി. നിങ്ങൾ ആര് ചെയ്തു എന്നുള്ള ഞങ്ങൾ നാട്ടുകാർക്കൊരു വിഷയമേ അല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റേ റെഡ് ക്രസൻറ്റും ബ്ലൂ ക്രസൻറ്റും ഒക്കെ കൊണ്ടുവന്ന് പണം തട്ടിക്കാനുള്ള പരിപാടി, കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പരിപാടി, ഇവിടുന്ന് ഡോളർ അവിടുന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു വിഹിതം ഇവിടുന്ന് ഡോളറാക്കി അങ്ങോട്ട് അയക്കുക, ഈ കലാപരിപാടികൾക്കൊന്നും നിൽക്കാതെ മര്യാദയ്ക്ക്. അത് ഇപ്പോൾ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല ആ മേഖലയിലേക്ക്. അത് വരട്ടെ, നമുക്ക് വരുമ്പോൾ നോക്കാം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കും. കാരണം മേയർ നേരിട്ടാണ് പോയിട്ട് ഈ ഫ്ലാറ്റുകൾ, കോർപ്പറേഷൻ നിർമ്മിച്ചു കൊടുത്ത ഫ്ലാറ്റുകൾ, 5 വർഷം പോലും തികയാത്ത ഫ്ലാറ്റുകളിലെ ശോചനീയ അവസ്ഥ, മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നു, കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നു, സിമന്റ് ഇല്ലാതെ പാളികൾ ഇങ്ങനെ അടർന്നടർന്ന് വീഴുന്നു, വീട്ടിനകത്ത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ പാവപ്പെട്ട ആൾക്കാർ, അവരുടെ ജാതിയും മതവും ഒന്നും നോക്കണ്ട, ഒരാൾക്ക് കിടപ്പാടമാണ്. സ്വസ്ഥമായിട്ടൊന്ന് മനുഷ്യന്റെ അവർ പറയുന്നുണ്ട് കേട്ടോ, ആ ബൈറ്റിൽ ഞാൻ കണ്ടത്, അവർ പറയുന്നുണ്ട് രാത്രി കിടക്കാൻ പേടിയാണ്, എപ്പോഴാണ്. ഭക്ഷണം, വസ്ത്രം, കിടപ്പാടം, ഈ 3 സുരക്ഷിതത്വം എന്ന് പറയുന്നത് അതാണ്. ഈ 3 കാര്യങ്ങളിലെങ്കിലും മനുഷ്യരോട് അല്പം കരുണ കാണിക്കും. ഇവിടുത്തെ ഭരണാധികാരികളോട് നമുക്ക് പറയാനുള്ള ഈ 3 കാര്യം അതിൽ നിന്ന് തട്ടിക്കാതെ, അതിൽ നിന്ന് വെട്ടിക്കാതെ. അപ്പോൾ അക്കാര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP മാതൃകയാണ്. ഇനി ബുൾഡോസർ രാജിൻ്റെ കാര്യം, ഉറപ്പായിട്ടും സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ പൊളിച്ചിരിക്കണം. തീർച്ചയായും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ UP കാര്യം പറയാം. അവിടെ ബുൾഡോസർ രാജ് എന്നും പറഞ്ഞ് പൊക്കിപ്പിടിച്ച് സുപ്രീം കോടതി പോയല്ലോ. സുപ്രീം കോടതിയും പറഞ്ഞല്ലോ ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, മറ്റാണ്, മറിച്ചാണ്, ദയ കാണിക്കുന്ന ആൾക്കാരോട് ഒരു രാത്രിയിൽ ഇറക്കി വിടരുതെന്ന്. ഈ ഒരു രാത്രിയിൽ ഇറക്കി വിടരുത് എന്ന് പറയുന്ന കോടതികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ പുറമ്പോക്കി കിടക്കുകയാണ്, അഭയാർത്ഥികളായിട്ടോ അല്ലാതെയും പുറമ്പോക്കി കിടക്കുകയാണ്, അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിൽ. ഇത് ഈ സംഘടിത ശക്തിയുടെ പേരിൽ, അത് മതമാകട്ടെ, ജാതിയാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, എന്തും ആകട്ടെ, ഒരു സംഘടിത ശക്തിയുടെ പേരിൽ ഒരു പ്രദേശം അങ്ങ് കയ്യേറുകയാണ്. കയ്യേറിയിട്ട് അവിടെ നിർമ്മാണം നടത്തുന്നു. അത് ആരും വന്ന് പൊളിക്കാതിരിക്കാൻ അവിടെ ആരാധനാലയം നിർമ്മിക്കുന്നു. അത് പള്ളിയും നിർമ്മിച്ചിട്ടുണ്ട്, അമ്പലവും നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊന്നും അനുവദിക്കാൻ പാടില്ല. എല്ലാറ്റിനും എടുത്ത് ദൂരെ കളയണം. വളരെ കൃത്യമായിട്ട്, അതായത് ന്യായം നടപ്പാക്കണം. ധർമ്മം നടപ്പാക്കുമ്പോൾ മുഖം നോക്കരുത്. ഇവിടെയും തന്നെ ബംഗാളിലും സുവേന്ദു അധികാരി എത്ര കൃത്യമായിട്ടാണ്, ഒരു സംശയം ഉണ്ടാവും. ഇനി കോടതിയുടെ ഏത് ഉത്തരവ് വന്നിരുന്നാലും കാരണം അവർ നിയമമാണ് നടപ്പാക്കുന്നത്, കോടതി അലക്ഷ്യമല്ല. അത് എത്രയോ വർഷം നോട്ടീസ് കൊടുത്തു, കേസ് നടത്തി, വിധിയായ സ്ഥലത്തുനിന്ന് മാറാതിരുന്നിട്ട് വീണ്ടും പറയുകയാണ് ഞങ്ങളോട് കാരുണ്യം കാണിക്കണം. എന്ത് കാരുണ്യമാണ്? ഈ സർക്കാർ ഭൂമി കയ്യേറി സ്വന്തം പോലെ വെച്ച് ഉണ്ടാക്കാവുന്ന ലാഭം മുഴുവനും അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഡൽഹിയിൽ ഒരു പള്ളിയുടെ ഭാഗമായിട്ട്, ഒരു പള്ളിക്ക് തൊട്ട് പുറത്ത്, പള്ളിയുടെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഭൂമി ഇതുപോലെ കയ്യേറിയിട്ട് അവിടെ നിരപ്പ് കടകൾ വെച്ചിരിക്കുക. ആ കടകൾ വെച്ചിട്ട് നമ്മുടെ ഒരു മലയാളി പോലീസ് ഓഫീസറാണ് അത് ഒഴിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത്. അപ്പോൾ എന്നിട്ട് അവിടെ ഈ പറഞ്ഞതുപോലെ അത് ഒഴിപ്പിക്കാൻ വരുമ്പോൾ പോലീസിന് നേരെ കല്ലെറിയുന്നു, പോലീസിനെ ഉണ്ടാക്കുന്നു. എന്താണിത്? ഇത് ഈ രാജ്യത്ത് നിയമവാഴ്ചയുള്ളൊരു രാഷ്ട്രമല്ലേ ഭാരതം? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അടിച്ചൊതുക്കണം, ഒരു സംശയവും വേണ്ട. നിയമം നടപ്പാക്കുമ്പോൾ യാതൊരു ദാക്ഷിണ്യവും. വേറൊരു കാര്യമുണ്ട്, തിരുവനന്തപുരത്ത് മാത്രമല്ല അനധികൃത നിർമ്മാണം കേരളം ഒട്ടാകെ ഉണ്ട്. തിരുവനന്തപുരം മേയർക്ക് മാത്രമേ തിരുവനന്തപുരം മേയർക്ക് അതിനുള്ള മാൻഡേറ്റ് ഉണ്ട്, അതിനുള്ള കരുത്തുണ്ട്, അതിനുള്ള ധൈര്യമുണ്ട്, പിന്നെ കൗൺസിലർമാരുടെ പിന്തുണയുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് പൊതുവേ ഈ പറഞ്ഞ പോലെ BJP കയറി ചൊറിയാൻ ആരെങ്കിലും വന്ന ആ ചൊറിച്ചിൽ മാറ്റാനുള്ള പണിയും BJPക്ക് അറിയാം. അത് രാഷ്ട്രീയമാണ്, നമുക്ക് പറയാൻ താല്പര്യവുമില്ല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത്രയും. പക്ഷേ ഇത് കേരളത്തിലൊരു മാതൃകയാണ്. അതായത് BJPക്ക് അധികാരം കിട്ടിയാൽ BJP എന്തൊക്കെ ചെയ്യും എന്നുള്ളതിന് മാതൃകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തായാലും
ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ അടയ്ക്കുന്ന വീട്ടുകരം അതിൽ നിന്ന് ആരും ഒന്നും എടുത്തുകൊണ്ട് പോകില്ല. അത് നേരെ അത് കൃത്യമായിട്ട് ട്രഷറി പോകും, കോർപ്പറേഷൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് വികസന പ്രവർത്തനം നടക്കും. BJP അഴിമതി നടത്തുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അതിനുള്ള അവസരം BJP കിട്ടിയിട്ടില്ല. ഇപ്പോഴാണല്ലോ ഭരണത്തിൽ വന്നത്. ഭരിച്ചു വരുമ്പോൾ BJP അഴിമതി നടത്തിയാൽ നമുക്ക് ചോദ്യം ചെയ്യാം. അവസരം കൊടുക്കുക. ആദ്യം BJP തെറ്റ് ചെയ്താൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാം, വിമർശിക്കാം, ചോദ്യം ചെയ്യാം, BJPയെ നടപടിയെടുക്കുക ഒക്കെ ചെയ്യാം. പക്ഷേ ഒരവസരവും കൊടുക്കാതെ അവരെ പ്രതിപക്ഷത്തിരുത്തിയിട്ട് അവർക്കെതിരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. പക്ഷേ BJP അഴിമതി കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 12 വർഷത്തെ കൂടുതലായി BJP സർക്കാർ വന്നിട്ട് ഇതുവരെ ഒരു കൃത്യമായ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ കക്ഷികൾക്ക് അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഉടായ്പ മാർഗങ്ങളിലൂടെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചില വീഴ്ചകൾ പറ്റിയെങ്കിൽ അത് ഈ നീറ്റ് ചോദ്യപേപ്പർ പോലെയുള്ള അതിൽ BJPക്ക് നേരിട്ട് ബന്ധമില്ല. BJP നേരിട്ട് ഒരു ഇടപാടും നടത്തിയിട്ടില്ല. അതിന് അത് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനി ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് മേയർക്ക് കിട്ടിയ അവസരം മേയർ നന്നായിട്ട് വിനിയോഗിക്കും. അതെ, നല്ലൊരു നേതാവായി തിരുവനന്തപുരം നഗരത്തിനൊരു നാഥനുണ്ടെന്ന് പറയത്തക്ക തീർച്ചയായിട്ടും യഥാർത്ഥ പത്മനാഭദാസനായിട്ട് അദ്ദേഹം ഈ 5 കൊല്ലവും ഭരണം പൂർത്തിയാക്കി. അതൊരു വലിയ മാതൃക. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിച്ച ഒരു കോർപ്പറേഷൻ. അതായത് ശരിയായ സ്മാർട്ട് സിറ്റി, അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പരിപൂർണമായിട്ടും നടപ്പാക്കുക. സത്യത്തിൽ ഒരുപാട് കാശ് ഇങ്ങനെ വെറുതെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് നേരത്തെ അനുവദിച്ചത് കൊണ്ട് ഒരുപാട് ഉടായ്പകൾ കാണിച്ചു. മാത്രമല്ല ശ്രീലേ, ഇനി പണം കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ തന്നെ ബസ്സുകളുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം പറയാം. മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും കൂടി നമ്മുടെ ഗതാഗത മന്ത്രി CP ജോൺ സാറിനെ കാണാൻ പോയി. അപ്പോൾ നമ്മൾ ഈ പഴയ പരിചയം വെച്ചാണ് അറിയാതെ ജോണേട്ടനത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ മൂപ്പര് വലിയ സൗഹൃദം, രാജേഷിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സംസാരിച്ചപ്പോൾ രാജേഷ് പറഞ്ഞു, പിന്നെ മിനിസ്റ്ററെ, ഈ നമ്മുടെ ഇട റോഡുകളിൽ പൊതുഗതാഗത സംവിധാനം ഇല്ല. അപ്പോൾ ഈ ചെറിയ ബസ്സുകൾ കോർപ്പറേഷൻ വഴിയാണല്ലോ സർവീസ് നടത്തുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും KSRTC എന്നേ ഉള്ളൂ. ഈ ബസ്സുകൾ അനുവദിച്ചിരിക്കുന്നത് കോർപ്പറേഷനാണ്. അപ്പോൾ അത് നമുക്ക് അത്തരം ബസ്സുകളൊന്ന് അവിടെ കൂടെ നമുക്കൊന്ന് ഓടിക്കാൻ സാധിച്ചാൽ പൊതുഗതാഗതം ആൾക്കാർക്ക് കുറച്ചുകൂടെ സൗകര്യമാകും. ഇത് ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഉൾപ്രദേശങ്ങളിലേക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു സ്വഭാവം, ഈ നഗരത്തിനുള്ളിൽ തന്നെ ചില ഗ്രാമീണ സ്വഭാവമുള്ള സ്ഥലങ്ങളുണ്ട്. ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലം അങ്ങനെയാണ്. പിന്നെ ഒരു തികച്ചും ഗ്രാമാന്തരീക്ഷമാണ്. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഏതാണ്ട് ഒരു 1.25 കിലോമീറ്ററെങ്കിലും നടക്കാതെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അവിടെ വന്നാലേ ചിലപ്പോൾ ഓട്ടോ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഊബർ ബുക്ക് ചെയ്ത് വിളിച്ച് നമ്മൾ കാത്തു നിൽക്കണം. അത് പക്ഷെ ബസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വണ്ടികൾ, അത് ഞാൻ പറഞ്ഞ 24 മണിക്കൂർ സർവീസ് നടത്തണ്ട. ഇപ്പൊ രാവിലെയും വൈകിട്ടുമെങ്കിലും സർവീസ് നടത്തിയാൽ ആൾക്കാർക്ക് ജോലിക്ക് പോകുന്നവർക്ക് വലിയ പ്രയോജനം ഉണ്ടാവും, വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയോജനം ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് മേയർ പോയിട്ട് ഗതാഗത മന്ത്രിയോട് സംസാരിച്ചത്. അപ്പോൾ ഗതാഗത മന്ത്രി പറഞ്ഞു, നമുക്ക് സന്തോഷമേ ഉള്ളൂ, ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ ഗതാഗത മന്ത്രി കേന്ദ്രത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞ ബസ് പോലും വേണ്ടാന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഈ ഗതാഗത മന്ത്രി കേന്ദ്രത്തിലോട്ട് കത്തയച്ചു, എല്ലാം അത് വേണം, ഞങ്ങളത് ഏറ്റെടുത്തോളാം, ഞങ്ങൾ സർവീസ് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് കത്തയക്കാനുള്ള നടപടികൾ അദ്ദേഹം ആരംഭിച്ചു. അത് ഉദ്യോഗസ്ഥന്മാരിനി ഇത് എത്രയും പെട്ടെന്ന് രാഷ്ട്രീയം കളിക്കുന്ന ആളല്ല. അതെ അതെ ഇവർ രണ്ടുപേരും കൂടി നിന്നാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാഴ്ചപ്പാടുള്ള ആളാണ്. ആസൂത്രണ കമ്മീഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് വികസനം എങ്ങനെ കൊണ്ടുവരണമെന്ന് അറിയാവുന്ന ആളാണ്. അതൊക്കെ ചെയ്യും. അപ്പോൾ രാജേഷ് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബസ്സുകൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് വേണ്ടത് ചെയ്യാം. അപ്പോൾ രാജേഷിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞ മറുപടി, ഞങ്ങളും ശ്രമിക്കാം, കേന്ദ്രത്തിൽ ഞങ്ങൾ കത്തയച്ച് BJP ആണല്ലോ ഭരിക്കുന്നത്, നമ്മളും എത്രയും പെട്ടെന്ന് പരമാവധി വേഗത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ബുൾഡോസർ രാജു മാത്രമല്ല, പൊതുഗതാഗത സംവിധാനം കൺസ്ട്രക്റ്റീവായ, അതായത് സർഗാത്മകമായ ഈ ബിൽഡിങ്ങുകളുടെ ഒക്കെ പാളയത്ത് കെട്ടിയിരിക്കുന്നതും മ്യൂസിയത്തിൻ്റെ കൂടെ കെട്ടിയിരിക്കുന്ന ബിൽഡിങ്ങുകളെ കുറിച്ചൊക്കെ ഉള്ളത് ഒരു വെന്റിലേഷൻ പോലും ഇല്ലാതെ ബിൽഡിംഗ് കെട്ടിവെക്കുക, അത് മറ്റൊരു വലിയ പ്രശ്നം. അതൊക്കെ അവിടെ എല്ലാം പോയി നേരിട്ട് പരിശോധിച്ചല്ലോ. എന്നിട്ട് അത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ, എഞ്ചിനീയർമാരെല്ലാം വിളിച്ചു നിർത്തി ശാസിക്കേണ്ടവരെ ശാസിച്ചും പിന്നെ തിരുത്തേണ്ടത് തിരുത്തിച്ചും എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം, എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ
അവിടെ വെച്ച് തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് തീർച്ചയായിട്ടും രാജേഷിൻ്റെ മിടുക്ക് തന്നെയാണ്. അത് മേയറും ഡെപ്യൂട്ടി മേയറും ഒപ്പം രാജേഷിൻ്റെ കൂടെ നല്ലൊരു ടീമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു തിരുവനന്തപുരം കൗൺസിലർമാരുടെ ഒരു നല്ല ടീമുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും കൂടി നല്ല പിന്തുണ രാജേഷിന് കിട്ടിയാൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു മാതൃകാ കോർപ്പറേഷനാവും. വെറും ബുൾഡോസർ രാജ് മാത്രമല്ല അവിടെ നടക്കുന്നത്. അവിടെ സൃഷ്ടിയോന്മുഖമായ സർഗാത്മകമായ ഒരുപാട് കാര്യങ്ങൾ, ഭാവനാപൂർണമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിക്കും, ചെയ്യും. അത് രാജേഷ് അതിനുള്ള മനസ്സുണ്ട്, അതിനുള്ള കരുത്തുമുണ്ട്, അതിനുള്ള മാൻഡേറ്റുമുണ്ട്. ഇനി ബാക്കി ജനങ്ങളുടെ പിന്തുണയാണ് ആവശ്യം. പിന്നെ ഏത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇതിനെ എതിർക്കാൻ വന്നാൽ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. വളരെ കൃത്യമായിട്ട് BJPക്ക് അക്കാര്യത്തിലൊക്കെ കൃത്യമായ നിലപാടുണ്ട്. അതാരുടെ മുന്നിലും അടിയറ വയ്ക്കുകയോ മുട്ടുമടക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു മാതൃകാ കോർപ്പറേഷൻ, ബുൾഡോസർ രാജ് നടക്കുന്ന കോർപ്പറേഷൻ അല്ല, ഒരു മാതൃകാ കോർപ്പറേഷനായിട്ട് രാജ്യത്തിന് മുഴുവനും. രാജേഷ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ 3 കോർപ്പറേഷനുകളിൽ ഒന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നാണ്. ഞാൻ പറയുന്നത് അത് പെട്ടെന്ന് സാധ്യമാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അതിനുള്ള പരിശ്രമം നടത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ആദ്യത്തെ 10-ലെങ്കിലും ഇടം പിടിച്ചാൽ രാജേഷിന് 100-ൽ 100 മാർക്കും കൊടുക്കാം, ഉറപ്പാണ്.